all, welcome back to XNY USS. അപ്പോൾ XNYൻ്റെ നമ്മൾ USS കമ്മ്യൂണിറ്റി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത വിവരം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. അതിൻ്റെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ജോയിൻ ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുക, നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് എങ്ങനെയാണ് നമ്മൾ USS നമ്മൾ 2025 ഫെബ്രുവരി 27 ആണല്ലേ എക്സാം ഡേറ്റ് എന്ത് ചെയ്ത് നിങ്ങൾ മറക്കരുത്. ഫെബ്രുവരി 27 നമ്മൾ എക്സാം നടക്കുന്നത്. അതിന് നമ്മൾ എങ്ങനെയാണ് നമ്മൾ ക്രാക്ക് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ആ ഗിഫ്റ്റഡ് സ്റ്റുഡൻസിൽ അതേപോലെ തന്നെ നമ്മൾ ആ ഒരു ക്രാക്കിംഗ് സ്കോർ ആയിട്ടുള്ള 70% ആയുള്ള 63 മാർക്സ് എങ്ങനെയാണ് നമ്മൾ നേടിയെടുക്കുക, അതിന് നമ്മൾ പ്രോപ്പറായിട്ട് എങ്ങനെയാണ് പ്ലാൻ ചെയ്യുക, ഈ കാര്യങ്ങളൊക്കെയാണ് എന്ത് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, തുടങ്ങാം. റൈറ്റ്, ഹൗ ടു ക്രാക്ക് USS 25, എങ്ങനെയാണ് USS 2025 നമ്മൾ ക്രാക്ക് ചെയ്യാൻ പോകുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആദ്യമായിട്ട് അതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് നമുക്ക് എങ്ങനെയാണ് ആ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് മെത്തേഡാണ് നമ്മൾ USS കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾ USS കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന QR കോഡ് എന്ത് ചെയ്യുക, സ്കാൻ ചെയ്യുക, അല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിട്ടുള്ള ആ ലിങ്ക് ക്ലിക്ക് ചെയ്താലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അതിൽ ടൈംലി അപ്ഡേറ്റ്സ് ഉണ്ടാവും, അതേപോലെ തന്നെ ഡെയിലി ക്യൂസുകൾ ഉണ്ടാവും, മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാവും. ഈ കാര്യങ്ങളൊക്കെ എന്താണ് നമ്മൾ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഓക്കെ, യെസ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആദ്യമായിട്ട് ഒരു ഓവറോൾ ഐഡിയ നമുക്ക് നോക്കാം അല്ലേ. നമുക്ക് ഓൾറെഡി നിങ്ങൾക്ക് അറിയാം, പക്ഷേ നമുക്ക് എന്ത് ചെയ്യാം, ഓവറോൾ ഐഡിയ ഒന്ന് നോക്കാം. നമുക്ക് പേപ്പർ 1ൻ്റെ കാര്യമാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. പേപ്പർ 1 എങ്ങനെയാണ് ലാംഗ്വേജ് പാർട്ട്, അതായത് ലാംഗ്വേജ് പാർട്ടിൽ തന്നെ ഫസ്റ്റ് ലാംഗ്വേജ് അല്ലേ, ഫസ്റ്റ് ലാംഗ്വേജ്. ആ ഫസ്റ്റ് ലാംഗ്വേജിൽ എത്ര ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്, 15 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അതിൽ 15 എണ്ണം എന്താണ് നിർബന്ധമായിട്ട് നമ്മൾ അറ്റൻഡ് ചെയ്യണം. ഇനി നമ്മൾ നിർബന്ധമായിട്ട് അറ്റൻഡ് ചെയ്യണം എന്നല്ല, നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻസ് എന്താണ്, നമുക്ക് നെഗറ്റീവ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് നിർബന്ധമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് നോക്കാം ലാംഗ്വേജ് പാർട്ട് 2, അതായത് സെക്കൻഡ് ലാംഗ്വേജ്. അപ്പോൾ അതിലെത്ര ക്വസ്റ്റ്യൻസ് വരുന്നത്, അതിലും 15 ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷെ അതിലെത്ര എണ്ണം മതി, നമുക്ക് 10 ക്വസ്റ്റ്യൻ മാക്സിമം അറ്റൻഡ് ചെയ്താൽ മതി. 10 ക്വസ്റ്റ്യൻ മാർക്കേ ആ പാർട്ടിൽ നിന്ന് എന്തേ ഉള്ളൂ നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ കറക്റ്റായിട്ടുള്ള 10 മാർക്ക് എന്ത് ചെയ്താൽ മതി, നമ്മൾ അവിടെ കറക്റ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ നമ്മൾ ആൻസർ ചെയ്താൽ മതി. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ ഗണിതം നോക്കുകയാണെങ്കിൽ എന്താണ് 20 ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. 20 എണ്ണം എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ്. 20 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും കറക്റ്റ് ആണെങ്കിൽ. ഇനി പേപ്പർ 2 നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ്, ആദ്യം വരുന്നത് ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷിൽ 15 ക്വസ്റ്റ്യനിൽ 15 ക്വസ്റ്റ്യൻ എന്താണ് നിർബന്ധമായിട്ട് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടതാണ്. ഇനി ബേസിക് സയൻസ് അല്ലെങ്കിൽ അടിസ്ഥാന ശാസ്ത്രത്തിൽ നോക്കുകയാണെങ്കിൽ 20 ക്വസ്റ്റ്യനിൽ 15 എണ്ണത്തിൽ നമ്മൾ മാർക്ക് ചെയ്താൽ മതി, അല്ലെങ്കിൽ 15 മാർക്കേ നമുക്ക് അവിടുന്ന് എന്തേ ഉള്ളൂ കിട്ടുകയുള്ളൂ. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ സോഷ്യൽ സയൻസിൽ 20 ക്വസ്റ്റ്യൻ ആണുള്ളത്. അതിൽ നമുക്ക് 15 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താൽ മതി. ആ ഒരു ക്വസ്റ്റ്യനിലുള്ള മാർക്ക് എന്തേ ഉള്ളൂ, നമുക്ക് മാക്സിമം മാർക്ക് അവിടെ കിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് എന്ത് നമ്മളെ മാർക്സ് വരുന്നത്. അങ്ങനെ ടോട്ടൽ ഇവിടെ 45ഉം അതേപോലെ തന്നെ ഇവിടെ എത്ര വരുന്നത്, ഇവിടെ ടോട്ടൽ 45, ഇവിടെയും നമുക്ക് എന്താണ് നോക്കുകയാണെങ്കിൽ ടോട്ടൽ 45. അങ്ങനെ നമുക്ക് എത്ര മാർക്ക് ടോട്ടൽ സ്കോർ ചെയ്യാം, 90 മാർക്സ് സ്കോർ ചെയ്യാം. അതിൽ 63 മാർക്സ് മതി നമുക്ക് എന്ത് ചെയ്യാൻ, ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി. USS ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് 63 മാർക്സ് മതി. പക്ഷേ നമുക്ക് ഗിഫ്റ്റഡ് സ്റ്റുഡൻസിലേക്ക് എത്തണമെങ്കിൽ നമുക്ക് 42 ആദ്യത്തെ 42 റാങ്കിൽ വരണം. അപ്പം ആ കാര്യങ്ങൾ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ വേറെ വീഡിയോ നമ്മൾ വരുന്നതാണ്. നമ്മൾ ഈ എക്സാം എങ്ങനെയാണ് നമ്മൾ ക്വാളിഫൈ ചെയ്യേണ്ടത്, ആ കാര്യങ്ങളാണിത് നമ്മൾ പറയേണ്ടത്. നമുക്ക് എന്ത് ചെയ്യാം, ഓരോ കാര്യങ്ങളായിട്ട് നോക്കാം. നമുക്ക് ആദ്യം വേണ്ടത് എന്താണ്, നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് ടൈമാണ്. ടൈം മാനേജ്മെൻ്റ് ആണെന്ത് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത്. എങ്ങനെയാണ് ടൈം യൂട്ടിലൈസ് ചെയ്യേണ്ടത്. ആ ടൈം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിനൊക്കെ നമ്മൾ ഏകദേശം നോക്കുകയാണെങ്കിൽ ഒരേപോലെ തന്നെയാണ് അല്ലേ, ഒരേപോലെ തന്നെയാണ് എന്ത് ഇമ്പോർട്ടൻസ് വരുന്നത്. എല്ലാ പാർട്ടിൽ നിന്നും 15 വീതം ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 20 വീതം ക്വസ്റ്റ്യൻസ് ആണെന്ത് വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ടൈം എല്ലാ പാർട്ടിനും നമ്മൾ എന്താണ് ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ഈക്വലി എന്താണ്, എല്ലാ വിഷയങ്ങൾക്കും നമ്മൾ കൃത്യമായിട്ടുള്ള സമയം എന്താണ് കണ്ടെത്തണം. നമുക്ക് ഏകദേശം 45 ദിവസത്തിനടുത്താണ് എന്ത് നമുക്ക്, അല്ലെങ്കിൽ 45 ദിവസത്തിന് മുകളിൽ കുറച്ച് ദിവസങ്ങൾ കൂടിയേ ഉള്ളൂ നമുക്ക് ഫെബ്രുവരി 27 അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ടൈം മാനേജ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ഓരോ വിഷയങ്ങളും കൃത്യമായിട്ട് എന്ത് ചെയ്യണം, നമുക്ക് പഠിക്കാൻ ശ്രമിക്കണം. അതേപോലെ തന്നെ നമുക്ക് എവിടെയൊക്കെയാണോ ടഫ്നെസ് അല്ലെങ്കിൽ എവിടെയൊക്കെയാണോ നമുക്ക് പാടുള്ള ഭാഗങ്ങൾ, ആ പാടുള്ള ഭാഗങ്ങൾ എന്ത് ചെയ്യണം, നമ്മളിപ്പം തന്നെ ക്ലിയർ ചെയ്തെടുക്കണം. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രാക്ടീസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്, ഏത് എക്സാം ആണെങ്കിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എന്താ, പ്രാക്ടീസ് എന്ന് പറയുന്നത്. പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രാക്ടീസ് ചെയ്യാൻ നമ്മൾ യൂട്യൂബ് ചാനലിൽ തന്നെ ഒരുപാട് ഷോർട്സ് വരുന്നുണ്ട്. അതെന്ത് ചെയ്യാം,
ചെയ്തു നോക്കാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ജനറലായിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻ ബാങ്ക്സ് കിട്ടും, അത് ചെയ്തു നോക്കാം. അതേപോലെ തന്നെ നമ്മൾ യൂട്യൂബിൽ പോൾ ഇടുന്നുണ്ട്, അത് ചെയ്തു നോക്കാം. നമ്മൾ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഡെയിലി പോൾ ഇടുന്നുണ്ട്, അതും നിങ്ങൾക്ക് ചെയ്തു നോക്കി കഴിഞ്ഞാൽ ഒരു പ്രാക്ടീസ് ആയില്ലേ. നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ഓർത്തെടുക്കാൻ പറ്റുന്ന ബെസ്റ്റ് മെത്തേഡാണ് എന്ത്, പ്രാക്ടീസ് എന്ന് പറയുന്നത്. നമ്മൾ ടൈം മാനേജ് ചെയ്തു, പ്രാക്ടീസ് ചെയ്തു. ഇനി നമുക്ക് ലാസ്റ്റ് ഘട്ടത്തിലേക്ക് എത്തുമ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമുക്കിനി 45 ഡേയ്സ് ആണുള്ളത്. നമുക്ക് ഈ ഒരു വർഷത്തെ മൊത്തം സിലബസും അതേപോലെ തന്നെ മുൻ വർഷങ്ങളിലെ സിലബസിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, നമുക്ക് ഈ 7th സിലബസ് മാത്രമല്ല, നമുക്ക് മുൻ വർഷങ്ങളിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിലബസുകൾ എന്താണ് നമ്മുടെ ഈ ഒരു എക്സാമിന് വരും. അതേപോലെ തന്നെ കലാ കായിക പ്രവൃത്തി പരിചയം, ഇതിൽ നിന്നൊക്കെ എന്താണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളുടെ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞതാണ്. ഓക്കെ, അപ്പം ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ റിവൈസ് ചെയ്തെടുക്കാൻ നമുക്ക് കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അപ്പം നമ്മൾ ഏറ്റവും നന്നായിട്ട് ടൈം എപ്പോഴാണോ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നത്, അപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുക. അപ്പോൾ റിവിഷനാണ് എന്ത് ഏറ്റവും ലാസ്റ്റായിട്ട്, അതായത് ഏറ്റവും അവസാന ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് റിവിഷൻ, മാക്സിമം റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കുക. എത്രത്തോളം റിവിഷൻ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കുക, അത്രത്തോളം ക്വസ്റ്റ്യൻസ് ചെയ്തുകൊണ്ടിരിക്കുക. ഈ കാര്യങ്ങളാണ് നമ്മൾ ഇനി ചെയ്യേണ്ടത്, ഇനിയുള്ള ദിവസങ്ങളിൽ ചെയ്യേണ്ടത്. ഇനി നമ്മൾ ഏറ്റവും ലാസ്റ്റായിട്ട് ചെയ്യേണ്ടതാണിത് മോക്ക് ടെസ്റ്റ്, അതായത് പരീക്ഷയുടെ ഘടനയും കാര്യങ്ങളും, അതായത് പരീക്ഷ എങ്ങനെയാണ് അതിൻ്റെ പാറ്റേണും കാര്യങ്ങളൊക്കെ നമുക്കറിയാം. പക്ഷേ ഒരു എക്സാം എഴുതി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എക്സാമിനോടുള്ള ഫിയർ അല്ലെങ്കിൽ പേടിയൊക്കെ എന്താണ് നമുക്ക് കുറഞ്ഞു കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, മോക്ക് ടെസ്റ്റുകൾ എഴുതണം. അപ്പോൾ മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യണം. നമ്മൾ മോക്ക് ടെസ്റ്റ് ഒക്കെ അറേഞ്ച് ചെയ്യുന്നതാണ്. അപ്പം നിങ്ങൾക്ക് എന്താണ് അതിൻ്റെ ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ നമ്മൾ പറയുന്നതാണ്. അപ്പോൾ മോക്ക് ടെസ്റ്റുകൾ എന്ത് ചെയ്യാം, നിങ്ങൾ ചെയ്തു നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾക്ക് എക്സാംസ് എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യേണ്ടത്, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്താണ് മനസ്സിലാക്കാൻ പറ്റും. ഈ 4 കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ, നിങ്ങൾക്ക് ഉറപ്പായിട്ട് എന്താണ് ഈ വർഷത്തെ USSC ഈസിലി ക്രാക്ക് ചെയ്യാൻ പറ്റും. ഈ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഈ കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വിചാരിച്ചിരുന്നത്. അതേപോലെ തന്നെ നിങ്ങൾ ആരെങ്കിലും നമ്മൾ USS കമ്മ്യൂണിറ്റിയിൽ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്താൽ മതി. സ്കാൻ ചെയ്തിട്ട് നിങ്ങളെന്താ, അല്ലെങ്കിൽ സ്കാൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എന്താണ്, നിങ്ങൾ താഴെ കാണുന്ന ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് രജിസ്റ്റർ ചെയ്താലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ടൈമിൽ അപ്ഡേറ്റ്സ് ഉണ്ടാവും, അതേപോലെ തന്നെ ഡെയിലി ക്യൂസുകൾ ഉണ്ടാവും, മോക്ക് ടെസ്റ്റുകൾ നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യും, നമ്മൾ ആ ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ത്രൂ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പം എല്ലാവരും എന്ത് ചെയ്യുക, USSന് വേണ്ടി അടിപൊളിയായിട്ട് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെച്ചിട്ട് പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക, റിവൈസ് ചെയ്യുക, മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക. ഇങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, USS ക്രാക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് നമ്മളുടെ വീഡിയോ കാണുന്ന എല്ലാ സ്റ്റുഡൻസിനും USS കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്തായാലും എന്താണ്, നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ എനാബിൾ ചെയ്തേക്കുക. അതേപോലെ തന്നെ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സ് USSന് വേണ്ടി USS എഴുതാൻ വേണ്ടിയിട്ട് താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അവർക്കും എന്ത് ചെയ്യുക, ഈ വീഡിയോസൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്ത് ചെയ്യുക, നമുക്ക് ഈ വീഡിയോ നമുക്കിവിടെ അവസാനിപ്പിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, അടിപൊളിയായിട്ട് USSന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം. താങ്ക് യു ആൾ.